പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത FC ഗോവയുടെ താരമായിട്ടുള്ള കാൾ മക്ഹ്യൂഗൻ എന്ന താരവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ISLൽ ഒരുപാട് ടീമിന് വേണ്ടിയൊക്കെ കളിച്ച് നല്ല എക്സ്പീരിയൻസ് ആയുള്ള ഒരു താരം തന്നെയാണ് ഇദ്ദേഹം. മാത്രമല്ല ISL 10ാം സീസണിൽ FC ഗോവയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം തന്നെ ഈ ഒരു താരം പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീസണിൽ FC ഗോവയ്ക്ക് വേണ്ടി 24 മത്സരങ്ങൾ കളിച്ച താരം ഒരു ഗോളും 3 അസിസ്റ്റുകളുമാണ് നേടിയിട്ടുള്ളത്. ഇപ്പോൾ ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് കാൾ മക്ഹ്യൂഗൻ ഈ ഒരു താരത്തിന് FC ഗോവയിൽ തുടരാൻ തന്നെയാണ് താല്പര്യമുള്ളത്. താരം എന്തായാലും അടുത്ത സീസണിലും FC ഗോവയ്ക്ക് വേണ്ടി കളിക്കാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. ISLൽ മോഹൻ ബഗാൻ ATK പോലത്തെ ടീമിന് വേണ്ടിയിട്ട് ഈ ഒരു താരം കളിച്ചിട്ടുമുണ്ട്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ മലയാളി താരമായിട്ടുള്ള വിപിനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചുള്ള ഒരു താരമാണ് വിപിൻ മോഹനൻ. കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെയൊക്കെ ഒരു സംശയമായിരുന്നു വിപിൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നുള്ളത്. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അല്പം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. ഇപ്പോൾ ലഭിച്ചുള്ള വാർത്ത അനുസരിച്ച് വിപിൻ മോഹനൻ 2026 വരെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടരുമെന്നുള്ളതാണ്. വിപിനെ പോലത്തെ മികച്ചൊരു യുവതാരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും വിട്ടുകൊടുക്കില്ല. ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു താരം കൂടിയാണ് വിപിൻ. 19 മത്സരങ്ങൾ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച താരം ഒരു ഗോളും സ്കോർ ചെയ്തിരുന്നു. വിപിൻ മോഹനൻ എന്തായാലും 2026 വരെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തുടർന്നേക്കും. ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച യുവതാരങ്ങളുടെ കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുക്കാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ജീക്സൺ സിംഗുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ജീക്സൺ മോഹൻ ബഗാനിലേക്ക് എന്നുള്ള റൂമറൊക്കെ ഈയിടയ്ക്ക് ശക്തമായിരുന്നു. ഈ ഒരു റൂമറിന് വ്യക്തത നൽകിയിട്ടുണ്ട് മാർക്കസ് വ്യക്തമാക്കുന്ന അനുസരിച്ച് ജീക്സൺ സിംഗിന് ഒരു വർഷം കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം കോൺട്രാക്ട് ഉണ്ട്. നിലവിൽ ജീക്സനെ സ്വന്തമാക്കാനായിട്ട് ഒരു ക്ലബ്ബുകളും ഓഫർ ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് മാർക്കസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു സീസണിൽ ഇഞ്ചുറി കാരണം ഒരുപാട് മത്സരങ്ങളൊന്നും കളിക്കാനായിട്ട് ജീക്സണ് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓഫ് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ എടുത്ത് നമുക്ക് വീണ്ടും കാണാം.